എല്ലാവർക്കും നീതൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കുന്നത് ഡൽഹിയിൽ മാദിപ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ള സാധാരണക്കാരുടെ ഒരു മാർക്കറ്റാണ്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് ഓടിച്ച് കാണാം. പിന്നെ ഇത് റോഡ് സൈഡിലാണ്. റോഡ് സൈഡിലോട്ട് ഇറക്കി വെച്ച് ഓരോ സാധനങ്ങൾ വിൽക്കുന്നതാണ് അവർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ. ഞങ്ങൾ സത്യത്തിൽ മാർക്കറ്റിൽ പോകണമെന്ന് വിചാരിച്ച് പോയതല്ലായിരുന്നു. പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവിടെ ഒരു പച്ചക്കറിയുടേതായ ഒരു മാർക്കറ്റുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ യാദൃച്ഛികമായിട്ടാണ് ഇന്നിവിടെ മാർക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങളെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നുവെങ്കിലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം നമുക്ക് വീഡിയോ. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വളരെ ചീപ്പ് റേറ്റാണ്. സാധനങ്ങളൊക്കെ വളരെയധികം വിലക്കുറച്ച് നമുക്ക് കിട്ടും. ഈ ജീൻസ് ഇതൊക്കെ 100-150 രൂപയ്ക്ക് കിട്ടും. ചെരുപ്പൊക്കെ, കുഞ്ഞുങ്ങളുടെ ചെരുപ്പുകളൊക്കെ ഇതെല്ലാം 100 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഇത് വീട്ടിലിടുന്ന ടൈപ്പ് നിക്കറുകൾ, ഇത് കപ്പുകൾ, ഇതൊക്കെ നമുക്ക് കിട്ടും 100 രൂപയ്ക്ക്. ഒരു സെറ്റായിട്ട് കിട്ടും 150 രൂപയ്ക്കൊക്കെ. എല്ലാം കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട്. ഇതൊക്കെ തൂക്കിയാണ് തരിക കേട്ടോ. ചപ്പാത്തി പോലെ ഇത് ചെരുപ്പ്, ഷർട്ടുകളുണ്ട്, ചെരുപ്പുകളുണ്ട്. ഇതൊക്കെ 50 രൂപ 30 രൂപ ആ റേഞ്ചിലാണ് കേട്ടോ. പ്ലാസ്റ്റിക് പാത്രങ്ങൾ 20 രൂപ അങ്ങനെയൊക്കെയാണ്. 20 രൂപ 30 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടും. അണ്ടർ ഗാർമെൻറ്റ്സ്, ലേഡീസ് അണ്ടർ ഗാർമെൻറ്റ്സ്, ക്ലോക്ക്, ഇതും കിട്ടും 80 രൂപയ്ക്ക്. 80 രൂപ 50 രൂപ 100 രൂപ അങ്ങനെ പല പല റേഞ്ചുകളുള്ള ഉണ്ടായിരുന്നു. ടവലുകൾ, ഇതാ വീണ്ടും സെറാമിക് പാത്രങ്ങൾ, കുപ്പിവള, ഓൾ ടൈം മൈ ഫേവറേറ്റ്. ഇത് മസാലകളാണ് കേട്ടോ. ഇതൊക്കെ 100-150 രൂപയ്ക്ക് കിട്ടുന്ന ഡ്രസ്സുകളാണ്. കുപ്പിവളയുടെ ഒത്തിരി എന്തുവണ്ടിയിൽ കുപ്പിവള വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, മാർക്കറ്റ് തുടങ്ങിയ സമയമൊക്കെ ആയതുകൊണ്ട് ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ. ആദ്യമായിട്ട് ഇങ്ങനെ മാർക്കറ്റിലൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നത്, അതിൻ്റേതായ ഒരു ചമ്മലും ഒക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ലേഡീസ് മേക്കപ്പ് സാധനങ്ങൾ, ചെരുപ്പ്, ഷൂകളൊക്കെ നല്ല കളക്ഷനാണ് കേട്ടോ. ഇവിടെ നല്ല വിലക്കുറവുമാണ്. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട് ചെരുപ്പുകളൊക്കെ. വളകളൊക്കെ ഉണ്ട്. ഇതൊക്കെ 150 രൂപ 100 രൂപയുടെയൊക്കെ പാൻറ്റുകളാണ്. ഷർട്ട്, ജീൻസ്, അതിൻ്റെ സെക്ഷനുകൾ, ഇതെല്ലാം 100-150, എല്ലാം 300 രൂപയ്ക്ക് താഴോട്ടുള്ളതാണ് എല്ലാം കേട്ടോ. ഇതും മേക്കപ്പ് ഐറ്റംസിൻ്റെ കടകളാണ്. ഒരുപാട് കടകളുണ്ട് ഇങ്ങനെ ലേഡീസ് ഐറ്റംസ് വിൽക്കുന്നത്. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നെയിൽ പോളിഷൊക്കെ 10 രൂപയ്ക്കും. ഇത് സ്റ്റീൽ പാത്രങ്ങൾ, അത് തൂക്കിയൊക്കെ കൊടുക്കുന്ന കേട്ടോ. 10 രൂപ 100 രൂപ 150 രൂപ 50 രൂപ അങ്ങനെ പല പല റേഞ്ചുകളിലാണ്. സാരികളുടെയൊക്കെ കടയാണ്. ഇതൊക്കെ ഇവിടുത്തെ രീതികളനുസരിച്ചുള്ള സാരികളൊക്കെയാണ് കേട്ടോ. തിളങ്ങുന്ന സാരികൾ, ഒത്തിരി തിളക്കമുള്ള സാരികളാണ് അതൊക്കെ. ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ 100 രൂപയ്ക്കൊക്കെ കിട്ടും. ഞാനിതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റുകളൊക്കെ. അതൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു, കളറൊന്നും പോകത്തില്ല. അങ്ങനെ നല്ല ബെഡ്ഷീറ്റുകളായിരുന്നു. ഇത് ചോലെ ഭട്ടൂര എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പൂരി മുണക്കത്തെ സംഭവം. ബാഗ്സൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ലോങ് ടൈം യൂസിനത്തേനൊന്നും പറ്റത്തില്ല. മാല,
കമ്മലുകൾ ഒക്കെ ഉണ്ട്. കമ്മലൊക്കെ നല്ല വില കുറച്ച് കിട്ടും കേട്ടോ. 20 രൂപ 30 രൂപ അങ്ങനെ. ഇത് ചപ്പാത്തിക്കല്ലും ഇടിക്കുന്ന കല്ലും ഒക്കെയാണ്. ഇത് ഇറച്ചി മുറിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വള കളക്ഷൻസ് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ മെയിനാണ് കേട്ടോ. ഓരോ ഡ്രസ്സിനും ചേരുന്ന വളകളൊക്കെ ഇവരിടും. ചെരുപ്പുകൾ, പല കളറുകളിലുള്ള ചെരുപ്പുകൾ. ടാറ്റു അടിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. പല രീതിയിലുള്ള വളകളുണ്ട്, പല ടൈപ്പിൽ. നെയിൽ പോളിഷിൻ്റെ കൂമ്പാരം. ടാറ്റു അടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. സോക്സ് കടക്കാരൻ ഉണ്ടോ. നല്ല നല്ല തിളങ്ങുന്ന വളകളൊക്കെ കണ്ടോ. ടവൽ വിൽക്കുന്ന ആൾക്കാരുണ്ട്. വീണ്ടും വളക്കട. പല കളറിലും പല ഡിസൈനിലും ഒക്കെയുള്ള വളകളുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെയാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ പൊട്ടുന്ന ഈ കുപ്പിവളകൾ പോണക്കത്തെ അതിൽ ഡിസൈൻ ചെയ്ത വളകൾ അങ്ങനെയൊക്കെയാണിത്. സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ പഴയത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെ തരും. വളരെ വിലക്കുറവാണ് ഇവിടെ. ഇത് കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ പണ്ടപ്പൂനെ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമായിരുന്നു. വളരെ വിലക്കുറവാണ് ഇവിടെ. ബാഗുകളുണ്ട്. സ്റ്റേ ഫ്രീ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൂലുണ്ട്, തയ്യൽ സാധനങ്ങൾ, തയ്യലിനുള്ള അക്സസറീസ്. വീണ്ടും കളിപ്പാട്ടങ്ങൾ, കൊച്ചുങ്ങളെ പറ്റിക്കുന്നത്. പെർഫ്യൂംസ്, ബെഡ്ഷീറ്റുകൾ, വീണ്ടും മേക്കപ്പ്. ഇവിടെ മേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇവിടുത്തെ ലേഡീസിന്. എപ്പോഴും അവർ ഒരുങ്ങിയാലേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ. ലിപ്സ്റ്റിക്കും അതുപോലെ തിളങ്ങുന്ന തലയിലിടുന്ന സാധനങ്ങളും നെയിൽ പോളിഷസും അങ്ങനെ ഐ ഷാഡോ, മസ്കാര, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. അതിനുള്ള ഒത്തിരിയും കടകളാണുള്ളത് ഇവിടെ. ഇപ്പോൾ പിന്നെ തിരക്ക് കുറവായിരുന്നു ഞങ്ങൾ ഇന്ന് പോയപ്പോൾ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് പോയതല്ലായിരുന്നു ആക്ച്വലി. വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു ആക്ച്വലി. അന്നേരമാണിത് മാർക്കറ്റ് തുടങ്ങുന്ന സമയമായിരുന്നു. അങ്ങനെ കയറിയത് കൊണ്ട് ഇപ്പോൾ തിരക്കില്ലായിരുന്നു വലിയധികം. ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ തിരക്ക്. ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഞങ്ങളൊരു 4-4:30 ആയപ്പോൾ പോയത്. ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ ക്യൂ നിൽക്കുന്ന പോലാണ് ഇവിടെ. ആൾക്കാരെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ വയ്യായിരിക്കും. ഇപ്പോൾ എന്തായാലും മാർക്കറ്റ് തുടങ്ങിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയമായതുകൊണ്ട് വലിയ തിരക്കില്ലാതെ എല്ലാം കണ്ട് കേട്ട് നിങ്ങളെ കാണിച്ചും പോരാനായിട്ട് പറ്റി. അധികമായിട്ട് അങ്ങ് സൂം ചെയ്ത് കാണിക്കാനായിട്ട് എനിക്കങ്ങ് പേടിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയും പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പബ്ലിക്കിൽ ആൾക്കാരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അവസാനമായപ്പോഴത്തേക്കും മനസ്സിലായി തുടങ്ങിയത്. എനിവേ, എന്തായാലും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഡൽഹിയിലെ ഒരു സാധാരണ മാർക്കറ്റ്. ഈ പാൻറ്റുകളൊക്കെ 100-150 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. 100 രൂപ 100 അല്ല 80 ആയിരുന്നു. 80 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ അച്ചാറുകൾ അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും സെയിം സാധനങ്ങൾ, സെയിം ആൾക്കാർ, സെയിം സ്ഥലത്ത് ഉണ്ടായിരിക്കും.
എന്നാണ് പ്രത്യേകത. നമുക്കിപ്പം ഇതിന് മുന്നിലത്തെ തിങ്കളാഴ്ച വാങ്ങിച്ച സാധനം അടുത്ത തിങ്കളാഴ്ച നമുക്ക് മാറിയെടുക്കണമെങ്കിൽ അവിടെ പോകാൻ പറ്റും. അവരോട് പറഞ്ഞിട്ട് നമുക്ക് വേണം പോരാം. സൈസ് കറക്റ്റായില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഫോൾട്ടായിട്ട് കണ്ടു കഴിഞ്ഞാലോ തിരിച്ച് മാറ്റി വാങ്ങിക്കണമെങ്കിൽ തിരിച്ച് ചെന്നാൽ പിന്നത്തെ തിങ്കളാഴ്ച ചെന്ന് കഴിയുമ്പോൾ അവർ മാറിത്തരും. അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട്, അനുഭവം ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഒട്ടുമിക്ക കച്ചവടക്കാരും എല്ലാ തിങ്കളാഴ്ചയും സെയിം സ്ഥലത്ത് വരുന്നവരാണ്. ഒരുപാട് നീളത്തിലുണ്ട് കേട്ടോ, ഒത്തിരി സ്ഥലത്ത് ആയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പച്ചക്കറി മേടിക്കാനായിട്ട് പച്ചക്കറി മാർക്കറ്റിലോട്ട് പതിയെ അങ്ങ് നടന്ന് നീങ്ങുവാണ്. അതാ വെളിയിൽ ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണിത്. അവിടെയോട്ടും കുറേ സാധനങ്ങളൊക്കെ ആൾക്കാർ ഇറക്കി വെച്ചിട്ടുണ്ട്, കച്ചവടക്കാർ. അപ്പോൾ ഇതാണ് ഡൽഹിയിലെ മാദിപ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തെ തിങ്കളാഴ്ച ദിവസങ്ങളിലെ ഒരു സാധാരണ മാർക്കറ്റ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.